എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിനുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: എങ്ങനെയുള്ള ആരാധനയായി നമ്മളെ ദൈവത്തിന് സമർപ്പിക്കണം? ഉത്തരം: ബുദ്ധിയുള്ള ആരാധനയായി. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: നമ്മുടെ ശരീരത്തെ എങ്ങനെയുള്ള യാഗമായി സമർപ്പിക്കണം? ഉത്തരം: ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3: നാം ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ത് തിരിച്ചറിയണം? ഉത്തരം: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. 12-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 4: ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നാം എന്തു ചെയ്യണം? ഉത്തരം: മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ചോദ്യം 5: നമ്മുടെ ഭാവങ്ങൾ എങ്ങനെയായിരിക്കണം? ഉത്തരം: നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ അളവ് പോലെ സുബോധമാകും വണ്ണം. 12-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 6: പലരായ നാം ക്രിസ്തുവിൽ എന്താകുന്നു? ഉത്തരം: ഒരു ശരീരം. 12-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 7: നാം എല്ലാവരും തമ്മിൽ എന്താകുന്നു? ഉത്തരം: അവയവങ്ങൾ. 12-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 8: പ്രവചനം എങ്ങനെയായിരിക്കണം? ഉത്തരം: വിശ്വാസത്തിന് ഒത്തവണ്ണം. 12-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 9: ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഉത്തരം: ഏകാഗ്രതയോടെ. 12-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 10: ഭരിക്കുന്നവൻ എങ്ങനെ ഭരിക്കണം? ഉത്തരം: ഉത്സാഹത്തോടെ. 12-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 11: എന്താണ് പ്രസന്നതയോട് ചെയ്യേണ്ടത്? ഉത്തരം: കരുണ. 12-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 12: സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം: നിർവ്യാജം. 12-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 13: എന്തിലാണ് അന്യോന്യം മുന്നിട്ട് നിൽക്കേണ്ടത്? ഉത്തരം: തമ്മിൽ ബഹുമാനിക്കുന്നതിൽ. 12-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 14: നാം കർത്താവിനെ എങ്ങനെ സേവിക്കണം? ഉത്തരം: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. 12-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 15: നാം കഷ്ടതയിൽ എന്തു കാണിക്കണം? ഉത്തരം: സഹിഷ്ണുത. 12-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 16: വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും എന്ത് ആചരിക്കുകയും ചെയ്യണം? ഉത്തരം: അതിഥി സൽക്കാരം. 12-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 17: ആരെയാണ് ശപിക്കാതെ അനുഗ്രഹിക്കേണ്ടത്? ഉത്തരം: ഉപദ്രവിക്കുന്നവരെ. 12-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 18: തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ ആരോട് ചേർന്നുകൊള്ളണം? ഉത്തരം: എളിയവരോട്. 12-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 18: നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാതെ എന്തിന് ഇടം കൊടുക്കണം? ഉത്തരം: ദൈവകോപത്തിന്. 12-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 20: നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നെഴുതിയിരിക്കുന്ന പഴയ നിയമ ഭാഗമേത്? ഉത്തരം: സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.